നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 11-ാം തീയതി 1201-ാം ആണ്ട് വൃശ്ചിക മാസം 25-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് വ്യാഴാഴ്ച ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. വ്യാഴത്തിൻ്റെ പ്രത്യേകത, വ്യാഴം ധനകാരകനാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച. ശുഭനക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസം. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്ക്, ലോണിനോ അല്ലെങ്കിൽ തരാൻ ആരെങ്കിലും പൈസ എല്ലാം തരാനുണ്ടെങ്കിൽ അത് വാങ്ങാനോ, നമ്മൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വിനിയോഗിച്ചുകൊള്ളുക. ചിലപ്പോൾ നമുക്കൊരാഴ്ചയിലൊക്കെ ഒരു ദിവസമൊക്കെ അങ്ങനെ ഉള്ള നല്ല ശുഭ ദിവസം കിട്ടുള്ളൂ. അതുപോലെ വൃശ്ചിക മാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷത്തെ തന്നിട്ടുണ്ട്. ഭാഗ്യദായകമായ ഒരു വർഷം എന്ന് പറയുമ്പോൾ സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടം. എത്ര ലൈബിലിറ്റിയിൽ നിൽക്കുന്നവരും നിങ്ങൾക്ക് ലൈബിലിറ്റി തീർക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും വിറ്റ് പോവാതെ കിടക്കുന്ന വസ്തുവകകളോ വല്ലതും ഉണ്ടെങ്കിൽ വിറ്റ് പോവും. അതുപോലെ സാമ്പത്ത് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് വന്നു ചേരും. ചിലപ്പോൾ വല്ല ചിട്ടിയൊക്കെ കിട്ടാതിരിക്കുന്നവർക്ക് ആ ചിട്ടിയൊക്കെ വരും. അതുപോലെ ഊഹ കച്ചവടങ്ങളിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ ലോട്ടറി ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ ഇങ്ങനെ നമുക്ക് ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ധനം വരുന്ന ധനമാർഗങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. ജോലിയിലോ മറ്റ് മാർഗങ്ങളിലോ പ്രതീക്ഷിക്കാതെ ഇൻക്രിമെൻ്റ് ലഭിക്കും. ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കുക, അനുകൂലപ്രദമായി തീരും. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നല്ല ദിവസമാണ്. രാവുകാലം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. രാവുകാല സമയം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാല സമയമെങ്കിലും 1:43 രാവുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 3 മണിക്ക് തീരൂല. 3 മണി 9 രാവുകാലം തീരുള്ളൂ. അപ്പോൾ രാവുകാല സമയം നോക്കി ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും എല്ലാ ദിവസവും ഉണ്ട്. അവർക്ക് അവരുടെ പീരീഡിൽ നമ്മൾ ഇടപെടാതിരിക്കുക. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 9:26 തൊട്ട് 10:52 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:36 തൊട്ട് 8:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:54 തൊട്ട് 12:42 വരെ 48 മിനിറ്റ് നേരം. അല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കണമെങ്കിൽ എടുക്കാം. ഇന്ന് ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവാനും ഗുരുകൃപ കൂടാനുമായിട്ട് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രധാനമായി മഞ്ഞ കളറോ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാൻ സഹായിക്കും. കളറിന് ആ പ്രപഞ്ചത്തിൻ്റെ ഗുരുവിൻ്റെ പ്രകാശം, എനർജി വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.